परमेश्वर का प्रकाशन पाया हुआ व्यक्तियों के द्वारा, समूह के द्वारा प्रभु अपना महिमा को प्रकट करते हैं। इस प्रकार परमेश्वर का प्रकाशन पाया हुआ लोगों को इस दुनिया का अधिकारी शैतान नफरत करते हैं। उस दर्शन के अनुसार अगर वो आगे बढ़ेंगे तो ദൈവനാമം ലോകത്തിൽ മഹത്വം എടുക്കുന്നു സാത്താൻ അറിയാം. परमेश्वर के नाम का महिमा हो जाएंगे करके शैतान जानते हैं। അതുകൊണ്ട് തന്നെ ഇപ്രകാരം വെളിപ്പാട് പ്രാപിച്ചവരെ ഇടുക്കത്തിലാക്കുവാൻ സാത്താൻ ശ്രമിക്കാറുണ്ട്. इसलिए शैतान ये कोशिश करते हैं कि इस प्रकार प्रभु का प्रकाशन पाया हुआ लोगों को किसी तरह सकीर्ति में डाल दे। 2008 എന്റെ പുസ്തകം പുറത്തിറങ്ങുന്ന ആ സമയത്ത് 2008 में जब मेरी किताब का प्रकाशन होने वाले ഞാൻ थे, സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിലായിരുന്നു. मैं आर्थिक रूप से बड़ी संकट में थे। സഹായിക്കാമെന്ന് പറഞ്ഞ പലരും മാറിപ്പോയി. बहुत सारे ऐसे लोग जो मदद करने के लिए वादा करके टाल दिया। എനിക്കുണ്ടായ സ്വപ്നം, ലഭിച്ച വചന വെളിപ്പാടുകളെല്ലാം ഒരു തോന്നലെന്ന പോലെ ചിന്തിക്കാൻ തക്ക സാഹചര്യം എനിക്കുണ്ടായി. मुझे परमेश्वर ने जो स्वप्न और दर्शन जो दिया है वो केवल एक अफवाह जैसे लगने लगा। ആ കാലഘട്ടത്തിൽ എന്നെ വിശ്വാസത്തിൽ നിലനിർത്തിയ ഒരു വചന വെളിപ്പാടാണ് നിങ്ങളുമായി ഇന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. उस समय में मुझे प्रभु ने इस प्रकार स्थिर करने के लिए एक वचन का प्रकाशन दिया जो मैं आज आपके साथ बांटना चाहता हूँ। ആ വചനങ്ങൾ എന്നെ ഏറെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തി. उन वचनों के द्वारा मैं विश्वास में हिम्मत बांधा। ഞങ്ങളെ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഈ വചനങ്ങൾ ഉപകാരപ്രദമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. हमें सुनने वाला कुछ लोग जरूर इस वचन आशीष के कारण बनेंगे। ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യമാണത്. लूका सुसमाचार 22वां अध्याय का 31वां आयत है। ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. प्रभु यीशु मसीह पतरस से कह रहा कि हे शमौन, शैतान ने तुम्हें गेहूं के भूसी की तरह उड़ाने के लिए अनुमति मांगा। ഞാനോ നിന്റെ വിശ്വാസം പോയി പോവാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. मैंने तुम्हारा विश्वास ना जाए इसलिए तेरे लिए विनती की। ആ ഗ്രൂപ്പിനെ മുഴുവൻ പാറ്റിക്കളയാൻ വേണ്ടിയാണ് സാത്താൻ അനുവാദം ചോദിക്കുന്നത്. वो सारे झुंड को उड़ाने के लिए शैतान अनुमति मांग रहे हैं। അവർ 12 പേരുണ്ടല്ലോ. 12 लोग थे। മത്തായി ഉണ്ട്, യോഹന്നാൻ ഉണ്ട്, യാക്കോബ് ഉണ്ട്, അന്ത്രയോസ് ഉണ്ട്. मत्ती है, यूहन्ना है, याकूब है, अंद्रियास है। അവരെ എല്ലാവരെയും പാറ്റിക്കളയാൻ വേണ്ടിയാണ് സാത്താൻ അനുവാദം ചോദിച്ചത്. उन सभी लोगों को प्रभु से दूर उड़ा ले जाने के लिए शैतान अनुमति मांग रहे हैं। അതിൽ കൂടെ ഒരു ദൈവിക ദൂത് പറഞ്ഞുകൊള്ളട്ടെ. उसी में से मैं एक संदेश आपको बताना चाहूंगा। हाँ, शैतान ने पर प्रभु से ही अनुमति मांग रहे हैं कि प्रभु की चेले लोगों को भूसी की तरह उड़ा ले। എന്തിനാണ് അങ്ങനെ അനുമതി ചോദിക്കുന്നത്? इस प्रकार अनुमति क्यों मांगा है? കാരണം അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. इसका कारण ये कि वो प्रभु के द्वारा बुलाया गया लोग हैं। ഇനിയും അവരുടെ മേൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. इसलिए उनके जीवन में कुछ भी शैतान करना है तो उसको प्रभु की अनुमति की जरूरत है। ഇത് ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് മാത്രമല്ല, ये सिर्फ चेले लोगों के बारे में नहीं, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. यीशु मसीह पर विश्वास करने वाला हम में से प्रत्येक व्यक्ति यीशु के द्वारा बुलाया गया लोग। ഇനിയും നമ്മുടെ മേൽ പൈശാചികന് യാതൊരു അധികാരവുമില്ല. हमारे ऊपर शैतान का कोई अधिकार नहीं है। എന്തെങ്കിലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്താൽ അനുവാദം ലഭിച്ചെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. और शैतान कुछ भी हमारा जीवन में करना है तो परमेश्वर से उनको अनुमति का जरूरत पड़ता ആ है। ഗ്രൂപ്പിനെ മുഴുവൻ പാറ്റിക്കളയാൻ സാത്താൻ അനുവാദം ചോദിക്കുകയാണ്. और पूरे झुंड को प्रभु से दूर ले जाने के लिए शैतान अनुमति എന്നാൽ को मांगा। എന്നാൽ അടുത്ത വചനം കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക. लेकिन अगला वचन में प्रभु ने यूं कहा है, ഞാനോ നിന്റെ വിശ്വാസം പോയി പോവാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. मैंने तुम्हारा विश्वास कमजोर ना हो इसलिए तेरे लिए विनती की। യോഹന്നാനുണ്ട്, മത്തായി ഉണ്ട്, യാക്കോബ് ഉണ്ട്, അങ്ങനെ പത്രോസ് ഉൾപ്പെടുന്ന 12 പേരാണ് അവിടെ ഉള്ളത്. वहां पर पतरस सहित यूहन्ना, अंद्रियास, मत्ती जैसा 12 लोग थे। എന്നാൽ ഇവിടെ പത്രോസിന് വേണ്ടി മാത്രം കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. लेकिन यहाँ सिर्फ पतरस के लिए प्रभु यीशु मसीह पिता से विनती किया। മറ്റുള്ളവർ പാറ്റപ്പെട്ടു പോകുന്നതിന് കർത്താവിന് വേദന വരുന്നില്ല. दूसरे लोग अगर उड़ा ले जाएंगे तो भी उतना दर्द नहीं है। എന്നാൽ പത്രോസ് പാറ്റപ്പെടാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. लेकिन पतरस ऐसे उड़ जाने के लिए प्रभु नहीं चाहते। അതെന്തിനാ പത്രോസിന് വേണ്ടി മാത്രമായി കർത്താവ് പിതാവിനോട് വാദിക്കുന്നത്? ये पतरस सिर्फ पतरस के लिए प्रभु क्यों पिता से बात किए? മറ്റു 11 ശിഷ്യന്മാരും പാറ്റപ്പെട്ടു പോകുന്നതിന് കർത്താവിന് ദുഃഖം വരുന്നില്ല.
बाकी 11 के बारे में प्रभु इस तरीके से नहीं कहा, എന്നാൽ പത്രോസ് പാറ്റപ്പെടാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. लेकिन पतरस इस तरह जाने के लिए प्रभु नहीं चाहते हैं। എന്താണ് പത്രോസിനുള്ള പ്രത്യേകത? पतरस का खूबी क्या है? ഇനി നമുക്ക് മറ്റൊരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. हम एक और वचन को इसके संबंध में देखेंगे। മർക്കോസ് സുവിശേഷം 14-37 വാക്യം വായിക്കുമ്പോൾ मरकुस रे सुसमाचार 14वां अध्याय का 37वां आयत पढ़ते हैं। അവിടെ നമുക്കൊരു സംഭവം കാണുവാൻ കഴിയുന്നുണ്ട്. वहां पर हम एक घटना को देखते हैं। नीचे पढ़ते समय ശിഷ്യന്മാരിൽ 3 പേരെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. चेले लोगों में 3 खास लोगों को प्रभु प्रार्थना के लिए बुला रहे हैं। യോഹന്നാൻ ഉണ്ട്, യാക്കോബുണ്ട്, പത്രോസും ഉണ്ട്. यूहन्ना, याकूब और पतरस। ഇവരെ 3 പേരെയും കർത്താവ് ഇവിടെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞ ശേഷമായി അല്പദൂരം പോയി ഇരുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. यीशु मसीह उन तीनों से कहा कि यहाँ जागते रहो और प्रार्थना करो, करके बता के थोड़ा और आगे जाके प्रार्थना करने लगा। കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്. वहां वचन में ऐसे लिखा, जब प्रभु प्रार्थना करके लौट आया, പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. फिर से जब वो आया तो देखा कि वे सो रहा है। പത്രോസിനോട് पतरस से कहा, ശിമോനെ നീ ഉറങ്ങുന്നുവോ? हे शमौन, क्या तुम सो रहे हो? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുന്നില്ലയോ? क्या 1 घंटा मेरे साथ जाग नहीं सकते? ഇവിടെ 3 പേരെയാണ് കർത്താവ് ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് പോയത്. यहाँ पर 3 लोगों को प्रभु ने कहा कि यहाँ जागते रहो। യേശു ക്രിസ്തുവിന്റെ മാർവോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ ഉണ്ട്. यीशु मसीह के सीने में सिर रखकर बैठने वाला यूहन्ना वहां है। പ്രാർത്ഥനാ മനുഷ്യൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന യാക്കോബ് ഉണ്ട്. प्रार्थना मनुष्य के रूप में पहचानने वाला याकूब वहां है। വിശ്വാസത്തിന് എടുത്തുകാട്ടക്കാരനായ പത്രോസും ഉണ്ട്. विश्वास के लिए जल्दी आगे बढ़ने वाला पतरस भी है। ഇവരെ 3 പേരെയാണ് കർത്താവ് ഇവിടെ ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് പോയത്. इन तीनों से प्रभु ने कहा है कि यहाँ पर जागे रहो। എന്നാൽ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ അവർ 3 പേരും ഉറക്കമാണ്. जब यीशु लौट के आया तो वे तीनों सो रहे थे, എന്നാൽ 3 പേരോടും അല്ല ചോദ്യം വരുന്നത്. लेकिन इन तीनों से प्रभु का सवाल नहीं थे। ശിമോൻ പത്രോസിനോട് മാത്രം കർത്താവ് ചോദ്യം വരികയാണ്. केवल शमौन पतरस से ही प्रभु सवाल पूछ रहे हैं। അതെന്തുകൊണ്ടാണ് പത്രോസിനോട് മാത്രം ഇവിടെ ചോദ്യം വരുന്നത്? सिर्फ पतरस से क्यों प्रभु बात किया? യോഹന്നാനും യാക്കോബും ഉറങ്ങിയല്ലോ. यूहन्ना और याकूब भी तो सो रहे थे, എന്തുകൊണ്ടാണ് പത്രോസിനോട് മാത്രം ചോദ്യം വരുന്നത്? क्यों पतरस से पूछा? പത്രോസ് ഉറങ്ങിയത് യേശുവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി. क्योंकि पतरस का सोना प्रभु का दिल में चोट लगा। പത്രോസ് ശരീര ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. यहाँ पतरस शारीरिक थकावट के कारण सो गए, എന്നാൽ കർത്താവ് അത് അവനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. लेकिन प्रभु ने उनके बारे में ऐसा नहीं कल्पना की। അവൻ ഉണർന്നിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. पतरस जागे रहने के लिए प्रभु चाहते हैं, എന്നാൽ കർത്താവ് പ്രതീക്ഷിച്ച പോലല്ല അവിടെ സംഭവിച്ചത്. പത്രോസ് ഉറങ്ങിപ്പോയി. लेकिन प्रभु ने जिस प्रकार प्रतीक्षा किया वैसा नहीं, बल्कि पतरस भी सो गए। അത് യേശുവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി. यीशु मसीह का दिल में वो दुख के कारण बना। കർത്താവ് പത്രോസിൽ ചോദിക്കുക, ശിമോനെ നീ ഉറങ്ങുന്നുവോ? इसलिए पतरस से यीशु मसीह ने पूछा, क्या शमौन तू सो रहे हो? ഇനി നമുക്ക് മറ്റൊരു സംഭവം ശ്രദ്ധിക്കാം. और एक घटना हम देखेंगे। യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. यूहन्ना सुसमाचार 21वां अध्याय का 15वां आयत में, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? पतरस से यीशु मसीह ने पूछा, क्या तुम इनसे बढ़कर मुझसे प्रेम करते हो? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചെഴുന്നേറ്റു. हमारा प्रभु यीशु मसीह मृत्यु से जी उठा। ദൈവരാജ്യം സംബന്ധിച്ച് അനേകം പുതിയ മർമ്മങ്ങൾ അവരെ പഠിപ്പിച്ചു. स्वर्ग परमेश्वर का राज के बारे में बहुत सारे भेद उन्हें सिखाया। അതിലൊന്നായിരുന്നു ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം. उसी में से एक है कि जब तक ऊपर से सामर्थ ना मिलेगे तब तक तुम शहर में वास करो। ഒത്തിരിയേറെ വാഗ്ദത്തങ്ങളും വചനങ്ങളും കർത്താവ് അവർക്ക് നൽകിയിരുന്നു. बहुत सारे वायदा का प्रतिज्ञा का वचन प्रभु उन्हें दिया है। എന്നാൽ പത്രോസ് അതെല്ലാം മറന്ന് തന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തമായിട്ട് തന്റെ പഴയ ജോലിക്ക് വേണ്ടി പോവുകയാണ്. लेकिन पतरस इन सारे बातों को भूल कर अपना हालात का परेशानियों को समझकर वो पुराना धंधा करने के लिए चले जाते। उनके साथ जो और 6 लोग थे, उनसे पतरस ने कहा, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. मैं मछली मारने जा रहा हूँ। ഉടനെ മറ്റു 6 പേരും പറയാണ്, तब बाकी 6 लोग भी कह रहा है, ഞങ്ങളും വരുന്നു. हम लोग भी चलेंगे। അങ്ങനെ 7 പേരും മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ऐसे 7 लोग एक साथ मछली मारने गया। ഇവിടെ അങ്ങനെ ഒരു ആഗ്രഹം വരുന്ന പത്രോസിന്റെ ഉള്ളിലാണ്. यहाँ पर हम लोग देखते हैं इस इच्छा पतरस के दिल में आया। ആത്മീയ പിന്മാറ്റം നടക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലാണ് അത് ആരംഭിക്കുന്നത്.
आत्मिक रीति से जो पिछड़ापन किसी एक व्यक्ति में आरंभ होते हैं, സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഏതോ ഒരു വ്യക്തിയിലാണ് അത് ആരംഭിക്കുന്നത്. कलीसिया में हो या परिवार में, एक व्यक्ति में आत्मिक पिछड़ापन आरंभ होता है। അതുകൊണ്ടാണ് അസാരം പുളിമാവ് കാണുമ്പോൾ തന്നെ അതിനെ നീക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് इसलिए പറയുന്നത്. पौलुस ने कहा कि थोड़ा सा भी खमीर देखते हैं तो उसको दूर करने के लिए। പത്രോസിന്റെ പിന്നാലെ മറ്റു 6 പേരും കൂടെ പോയി. पतरस के पीछे और 6 लोग चला എന്നാൽ गए। ആ രാത്രിയിൽ ഒന്നും പിടിക്കാൻ അവർ കഴിഞ്ഞില്ല. रात भर उन्होंने मेहनत किया लेकिन कुछ हासिल नहीं हुआ। പ്രഭാതത്തിൽ കർത്താവ് വന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. भोर में प्रभु आकर पूछते हैं, बच्चों खाने के लिए कुछ है? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പടകിന്റെ വലതുഭാഗത്ത് വീശാൻ പറഞ്ഞു. जब वे कहा कि नहीं है तो प्रभु ने कहा दाहिनी और जाल डालो। അവർക്ക് 153 വലിയ മീൻ കിട്ടിയെന്ന് തിരുവെഴുത്ത് പറയുന്നു. और वहां लिखा है 153 बड़ी मछली उनको हाथ लगा। അങ്ങനെ ആ വല വലിച്ചവർ കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ जब वो लोग जाल को खींच करके तट पर लाया, കർത്താവ് ഒരിക്കൽ പ്രഭാത ഭക്ഷണം അവർ കഴിക്കുന്നതായിട്ട് നമുക്ക് 15-ാം വാക്യം കാണുന്നുണ്ട്. वो प्रभु ने तैयार किया हुआ भोर की भोजन को वो लोग किए हैं। അവർ 7 പേരുണ്ട്. ये 7 लोग हैं। അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ सब लोग खाना जब खा रहे थे, യേശു കർത്താവ് ചോദിക്കുകയാണ്, यीशु मसीह ने पूछा, ശീമോനോട് ചോദിക്കുകയാണ്, शिमोन से पूछ रहे നീ हैं, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? क्या तुम इनसे बढ़कर मुझसे प्रेम करते हो? മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, और दूसरे के अनुवाद में इसे कहते हैं, നിനക്ക് ലഭിച്ച ഈ നന്മയേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. तुम्हारे पास जो बड़ी मछलियां जो मिली है, क्या इनसे बढ़कर तुम मुझसे प्रेम करते हो? മറ്റ് 6 പേരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം പത്രോസിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിച്ചു. बाकी 6 लोगों से भी प्रभु ने जो उम्मीद नहीं रखा, ऐसे एक बड़ा उम्मीद पतरस के ऊपर प्रभु का था। സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തമാണ് പത്രോസ് തന്റെ പഴയ ജോലിക്ക് വേണ്ടി പോയത്. अपने हालात के वजह से पतरस से पुराना धंधा करने गए थे। അത് നമുക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ये हमारा भी जीवन में घट सकते हैं। എന്നാലും ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. लेकिन प्रभु चाहता है कि हम विश्वास में स्थिर रहें। പത്രോസ് ഇറങ്ങിപ്പോയ സ്ഥലത്തു നിന്നും പത്രോസിനെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ് അവിടെ. जहां पतरस उतर के चला गया, प्रभु उनको वापस लाने के लिए उसी जगह उतर गया। പത്രോസിന്റെ സ്നേഹം യേശു കർത്താവ് ആഗ്രഹിച്ചു. क्योंकि पतरस का प्यार प्रभु चाहते हैं। ഒന്ന്, പത്രോസ് വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. क्योंकि प्रभु ये नहीं चाहते कि पतरस विश्वास से पीछे चले जाए। 2, പത്രോസ് ഉറങ്ങാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. दूसरा, प्रभु ये नहीं चाहते कि पतरस सोने वाला बने। 3, പത്രോസിന്റെ സ്നേഹം യേശു ക്രിസ്തുവിന് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. तीसरा, पतरस का प्यार प्रभु को मिले। എന്തുകൊണ്ടാണ് കർത്താവ് പത്രോസിന് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? प्रभु यीशु मसीह केवल पतरस के ऊपर इतना ध्यान क्यों दे रहे हैं? ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? एक समय जब फिलिप की कैसरिया में यीशु मसीह चेले लोगों से पूछा, लोग मेरे बारे में क्या कहते? അവിടെയുള്ള ആളുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ശിഷ്യന്മാരെ കർത്താവിനോട് പറഞ്ഞു. वहां का लोग क्या क्या बता रहे हैं, चेले लोग यीशु मसीह से बताया। ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ പറഞ്ഞു ഏലിയാവെന്ന്. कुछ लोग कहते कि यूहन्ना बपतिस्मा देने वाला है, तो कुछ लोग कहते एलिया दोबारा आया है। ഇത് കേട്ടോണ്ട് നമ്മുടെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? इन सारे खबर सुन करके यीशु मसीह ने चेले लोगों से पूछा, आप लोग मेरे बारे में क्या कहते हैं? ഇത് കേട്ടപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു. लेकिन इसको सुन करके सारे चेले लोग चुप बैठे थे। ഉടനെ പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, तो वहां पतरस खड़ा होकर कहते നീ हैं, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ എന്ന് പറയുക. तू जीवते परमेश्वर का पुत्र मसीह है। ഉടനെ യേശു കർത്താവ് അവനോട് പറഞ്ഞു, तब यीशु मसीह ने उनसे कहा, ബെറിയോന ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എന്റെ സ്വർഗസ്നായ എന്റെ പിതാവ് അത്രേ ഇത് വെളിപ്പെടുത്തിയത്. हे बरयोना शिमोन, ये किसी मांस और लहू प्रकट नहीं किया, बल्कि मेरा स्वर्गीय पिता परमेश्वर प्रकट किया है। മറ്റ് 11 ശിഷ്യന്മാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത പത്രോസിനുണ്ടായിരുന്നു. बाकी 11 चेले लोगों के अंदर जो खूबी थे, उससे भिन्न होकर एक अलग खूबी पतरस के अंदर था। യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരുന്നു. यीशु मसीह है कौन, ये स्वर्गीय दर्शन पतरस पिता से पाया था। ദൈവിക വെളിപ്പാട് ഒരു വ്യക്തിക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ अगर एक व्यक्ति के जीवन में प्रभु अपना प्रकाशन को देना है, तो ദൈവത്തിന്റെ കരുണയാലും കൃപയാലുമാണ് സംഭവിക്കുന്നത്. वो परमेश्वर अपना अनुग्रह और दया के कारण दिया जाता है। അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എന്റെ പിതാവ് അത്ര വെളിപ്പെടുത്തിയത്. इसलिए यीशु मसीह ने बोला कि ये किसी मांस और लहू के द्वारा नहीं, बल्कि मेरी आत्मा तुझे प्रकट किया है। യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ച പത്രോസ്
വിശ്വാസത്തിലും പാറ്റപ്പെടാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. यीशु मसीह का सही प्रकाशन पाया हुआ पतरस विश्वास से उड़ जाने के लिए प्रभु नहीं चाहते हैं। യേശുക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പിതാവിൽ നിന്ന് പ്രാപിച്ച പത്രോസ് ഉറങ്ങാൻ ദൈവം ആഗ്രഹിച്ചില്ല. यीशु मसीह है कौन करके पिता से जो प्रकाशन पाया है वो पतरस सोते हुए प्रभु देखना नहीं चाहता। യേശുക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ച പത്രോസ് സാഹചര്യങ്ങൾ എത്ര സമൃദ്ധമായാലും പഴയതിലേക്ക് പോകാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. यीशु मसीह है कौन इस प्रकाशन पाया हुआ पतरस पुराना जीवन में वापस जाते हुए देखना नहीं चाहते हैं पिता परमेश्वर। കാരണം വെളിപ്പാട് പ്രാപിച്ച പത്രോസിൽ കൂടിയാണ് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നത്. क्योंकि जो स्वर्गीय प्रकाशन को पाया हुआ पतरस के द्वारा प्रभु अपना महिमा प्रकट करना चाहते हैं। क्या आपका जीवन में ये प्रकाशन मिला है कि यीशु मसीह है कौन? ദൈവസഭ എന്താണെന്നുള്ള ദൈവിക വെളിപ്പാട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? परमेश्वर का कलीसिया क्या है, इसके बारे में परमेश्वर की ओर से क्या आपको कोई प्रकाशन मिला है? എങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നമ്മൾ താല്പര്യപ്പെടരുത്. अगर हमारा जीवन में ऐसा है तो हम कभी भी इस विश्वास से पीछे हटने के लिए नहीं सोचना। യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവിക വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങേണ്ട കാലഘട്ടമല്ല ഇത്. अगर यीशु मसीह के बारे में एक सच्चे प्रकाशन आपका जीवन में है तो आपका सोने का समय नहीं है। ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയതിലേക്ക് പോകേണ്ട കാലഘട്ടവുമല്ല ഇത്. यीशु मसीह का सही प्रकाशन अगर आपका जीवन में है तो आप फिर पुराना कामों में जाने के लिए अवसर नहीं है। കാരണം വെളിപ്പാട് പ്രാപിച്ച നിങ്ങളിൽ കൂടെയാണ് ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. क्योंकि परमेश्वर ने अपना प्रकाशन पाया हुआ लोगों के द्वारा अपना महिमा प्रकट करना चाहते हैं। വെളിപ്പാട് പ്രാപിച്ച പത്രോസിനെ തന്നെ പിൽക്കാലത്ത് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ചു. प्रकाशन पाया हुआ पतरस को ही बाद में प्रभु ने उनकी महिमा प्रकट करने के लिए इस्तेमाल किया। യേശുക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ചവൻ അധരം തുറന്നപ്പോൾ ആയിരങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിത്തീർന്നു. यीशु मसीह है कौन इस प्रकाशन पाया हुआ पतरस जब मुंह खोला तो हजारों लोग प्रभु को अंगीकार करने के लिए मौका मिला। യേശുക്രിസ്തുവിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ച നിങ്ങളിൽ കൂടെയും ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. यीशु मसीह है कौन इस प्रकाशन पाया हुआ आपका जीवन के द्वारा भी प्रभु अपना महिमा प्रकट करेंगे। നിത്യജീവന നിയമിക്കപ്പെട്ട സകലരും നിങ്ങളിൽ കൂടെ യേശുക്രിസ്തുവിൽ വരാൻ പോവുകയാണ്. अनंत जीवन के लिए जितना लोगों को प्रभु नियुक्त किया उन सभी लोग आपके जीवन के द्वारा प्रभु के चरणों में आ जाएंगे। ഫറവോന്യ ശക്തികൾ എത്ര എതിർത്താലും നമ്മുടെ കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. फिर उनका सेना कितनों भी ताकत लगाए लेकिन यीशु मसीह का प्रतिज्ञा है कि मैं अपना कलीसिया बनाऊंगा, अधोलोक के फाटक उस पर प्रबल नहीं होंगे। പുറപ്പാടിന്റെ കാലഘട്ടം ഏറ്റവും അടുത്തു. निर्गमन का समय बहुत करीब है। ദൈവം തന്റെ മഹത്വം ഈ തലമുറയിൽ വെളിപ്പെടുത്തും. परमेश्वर अपनी महिमा हमारे पीढ़ी में प्रकट करेंगे। ആമേൻ.